അപ്പോൾ നാട്ടിൽ സെറ്റിലായ സമയത്ത് ഞാൻ ഒരു സംരംഭക ആവേണ്ടതിനെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഏത് മേഖലകളിലും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരിക്കലും വലിയൊരു ബിസിനസ്സുകാരിയാവാൻ സാധ്യമാവാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഉത്തരവാദിത്തം, ഫാമിലിയുടെ ഉത്തരവാദിത്തം സ്ത്രീകളിലാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് സ്ത്രീകളാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കൊന്നും ഒരു സംരംഭക ആവാനുള്ളൊരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലില്ല. പ്രവാസികളാണ് ഭർത്താക്കന്മാർ, അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ കടക്കാരാണ്. നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു കാറ് വാങ്ങിയാലൊക്കെ മിക്കവാറും എല്ലാവരും കടക്കാരാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു റിസ്ക് തന്നെയായിരുന്നു. കാരണം ഓൾറെഡി കുറച്ച് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ബിസിനസ് മോഡൽ എൻ്റെ മുമ്പിലേക്ക് വരികയും ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള വേൾഡ് വൈഡ് സ്ത്രീകൾ ഇതിലൂടെ സംരംഭകരാകുകയും അതിലൂടെ അവരുടെ എല്ലാ ഗോളുകളും അച്ചീവ് ചെയ്ത് നല്ലൊരു വുമൺ എൻ്റർപ്രണറായിട്ട് സമൂഹത്തിന് തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയാകുന്നതൊക്കെ ഞാൻ അറിയാനും പഠിക്കാനൊക്കെ ഇടയായി. അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് വരികയും ഞാൻ എൻ്റെ ബിസിനസ് സംരംഭകത്തെ ഏറ്റെടുത്തു. സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അതിൽ മുഖ്യമായിട്ടും സ്ത്രീകൾ നല്ല രീതിയിലൊരു ഇൻകം അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്.